ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് തിരിച്ചടി. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ അപ്പീലിലാണ് ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം പൾസർ സുനി ഹൈക്കോടതിയിൽ ഉയർത്തിയിരുന്നത്. ഈ കേസിൽ ഹൈക്കോടതി വാദം പൂർത്തിയാക്കുകയും വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തിരുന്നു. ഇതിലാണ് വിധി പുറത്തു വരുന്നത്. ശിക്ഷാവിധി മരവിപ്പിക്കില്ല എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തു വരികയും ചെയ്തത്. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇതൊരു ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നതാണ്. പണം വാങ്ങിയ ഒരു നടിയെ ആസൂത്രിതമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി, ഒപ്പം ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു അതീവ ക്രൂരമായ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് ശിക്ഷാവിധി മരവിപ്പിക്കാനാവില്ല. ഈ പ്രതിയുടെ ശിക്ഷാവിധി മരവിപ്പിക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയ സംഭവമാണല്ലോ. അപ്പീലിൽ അന്തിമ വിധി വരുന്നത് വരെ മരവിപ്പിക്കണമെന്ന ആവശ്യം കോടതി തള്ളുമ്പോൾ കോടതി ഉന്നയിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരു പ്രതിയെ എങ്ങനെയാണ് ശിക്ഷ മരവിപ്പിക്കുക എന്നത്? ഇതിൽ കോടതി ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ കോടതി പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. വിചാരണ കോടതിയിൽ ഇരയായ നടി നൽകിയ മൊഴി അതീവ വിശദമായ മൊഴിയാണ്. ഇത് പരസ്പര ബന്ധമുള്ളതാണ്. ഇത് വിശ്വസനീയമായ മൊഴിയാണ്. സംഭവ ദിവസം ഉണ്ടായ വാഹനാപകടം മുതൽ തട്ടിക്കൊണ്ടുപോയത് വരെയുള്ള കാര്യങ്ങൾ ഈ അതിജീവിത കൃത്യമായി തന്നെ വിവരിച്ചിട്ടുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ചെറിയ വൈരുദ്ധ്യങ്ങൾ നിസ്സാരമാണ്. പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ച ചെറിയ വൈരുദ്ധ്യങ്ങൾ നിസ്സാരമായി മാത്രമേ കണക്കാക്കാനാവൂ എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കേസിന്റെ ഇത്തരം കാര്യങ്ങൾ, ഈ വിട്ടുപോയ കാര്യങ്ങളൊന്നും കേസിന്റെ കാതലിനെ ബാധിക്കുന്നതല്ല എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരയുടെ മൊഴി പൂർണ്ണമായും വിശ്വസനീയമാണ് എന്ന വിചാരണ കോടതിയുടെ കണ്ടെത്തൽ ശരിവെക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ്. ഈ മുറിവുകളും അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുമാണ് സംഭവത്തിന് തൊട്ടു പിന്നാലെ, അതായത് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെ പരിശോധിക്കപ്പെട്ട ഡോക്ടർ നൽകിയ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അക്കാര്യങ്ങളടക്കം കോടതി പരിശോധിക്കുന്നുണ്ട്. അക്കാര്യം കോടതി അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഡോക്ടറോട് ഇത് അന്ന് പറഞ്ഞ കാര്യങ്ങളടക്കം കോടതി മുഖവിലേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. വിചാരണ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെ വിചാരണയ്ക്ക് മുമ്പുള്ള കുറ്റം തെളിയുന്നതുവരെയുള്ള നിരപരാധി എന്ന ആനുകൂല്യം ഇനി പ്രതിക്ക് ലഭിക്കില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട് റോഷിപാൽ. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന പൾസർ സുനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആൾക്ക് ആനുകൂല്യം നൽകാൻ കഴിയില്ല എന്നതാണ് കോടതി നിലപാട്. അത് കാരണം സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ ഈ കേസിൽ പൾസർ സുനി ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹൈക്കോടതിയുടെ മുന്നിൽ അപ്പീൽ കൂടിയുണ്ട് പരിഗണനയിൽ. ആ ഘട്ടത്തിലാണ് പൾസർ സുനി ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ നടിയാക്രമിച്ച കേസിൽ തങ്ങളുടെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് കൊടും കുറ്റവാളികളാണ്, അതുകൊണ്ട് തന്നെ ഒരു ഇളവും നൽകാൻ പാടില്ല. മാത്രവുമല്ല, ഹൈക്കോടതിയിൽ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി തങ്ങൾ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും പൾസർ സുനി ഉൾപ്പെടെയുള്ള ഈ കൊടും ക്രൂരത നേതൃത്വം നൽകിയവർ, കൊടും കൃത്യം നിർവഹിച്ചവർക്ക് ഒരു ഇളവും നൽകരുതെന്ന ആവശ്യം അത് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിൽ അപ്പീൽ അവിടെ പരിഗണനയിലാണ്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ തവണ കോടതിയിൽ ഹാജരായ അതിജീവിതയുടെ അഭിഭാഷകയും പറഞ്ഞത് അതിജീവിതയും ഈ പ്രധാന കേസിൽ ഈ കുറ്റവാളികൾക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി അപ്പീൽ സമർപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിനൊപ്പം അതിൽ വെറുതെ വിട്ട ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെയും ശിക്ഷിക്കണമെന്ന ആവശ്യവും അത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം അതിജീവിതയും ഇതേ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ്. ആ ഘട്ടത്തിലാണ് പൾസർ സുനി ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ തങ്ങളുടെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച്. ഈ കേസിൽ കൃത്യമാണ്, അതിൽ പ്രാഥമികമായി വിചാരണ പൂർത്തിയായപ്പോൾ തന്നെ വിചാരണ കോടതി ഈ കൃത്യം നിർവഹിച്ച അതിൽ പൾസർ സുനി അടക്കമുള്ള എല്ലാ പ്രതികളും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇപ്പോൾ ലഭിച്ചതെന്ന വാദമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. അങ്ങനെ ഒരു ആവശ്യം നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഈ കുറ്റകൃത്യം നിർവഹിച്ച പൾസർ സുനി അടക്കം പുറത്തു പോകുന്നത് ഗുണകരമല്ല എന്ന വിലയിരുത്തലിലേക്ക് എത്തുകയാണ്. ഏതായാലും ഇത് ആശ്വാസകരമാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം. അതിജീവിതക്കൊപ്പം തന്നെ സർക്കാരിനും ആശ്വാസമാണ്. മാധു.
ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. 20 വർഷത്തെ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 8 വർഷം താൻ ഇതിനകം ജയിലിൽ കിടന്നിരിക്കുന്നു. അതുകൊണ്ട് അപ്പീലിൽ അന്തിമ വിധി വരുന്നതുവരെ തന്റെ ശിക്ഷ മരവിപ്പിക്കണം, ജാമ്യത്തിൽ വിടണമെന്നുള്ളതായിരുന്നു പൾസർ സുനിയുടെ ആവശ്യം. അത് കോടതി തള്ളിയിരിക്കുന്നു. ശ്യാം ദേവരാജും ആർ റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്.